111 അധ്യായം സൂറത്തുൽ മസദിലെ 1-2 വചനങ്ങളുടെ അവതരണ പശ്ചാത്തലം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധനം പരസ്യമായി ആരംഭിക്കാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ മക്കയിലെ സഫാ പർവ്വതത്തിന് മുകളിൽ കയറി ഖുറൈശികളെ വിളിച്ചുകൂട്ടി. എല്ലാ ഗോത്രക്കാരും അവിടെ ഒത്തുകൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, ഈ മലയുടെ പിന്നിൽ നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം ഒളിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ മറുപടി പറഞ്ഞു, തീർച്ചയായും, താങ്കൾ ഒരിക്കൽ പോലും കളവ് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ കഠിനമായ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ കൂടിയായ അബൂലഹബ് കോപാകുലനായി. അയാൾ കല്ലെടുത്ത് നബിയെ എറിയാൻ ആഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്ക് നാശം ഭവിക്കട്ടെ, ഇതിനുവേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത്? പ്രവാചകനെ പരസ്യമായി അപമാനിച്ച ഈ സന്ദർഭത്തിലാണ് അബൂലഹബിന് അതേ ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ട് അള്ളാഹു സൂറത്തുൽ മസദ് അവതരിപ്പിച്ചത്. അബൂലഹബിന്റെ 2 കൈകളും നശിച്ചിരിക്കുന്നു. അവന്റെ ധനമോ അവൻ സമ്പാദിച്ചതോ അവന് ഉപകരിച്ചില്ല. മക്കയിലെ വലിയ പ്രതാപിയായിരുന്ന അബൂലഹബ് ആരും നോക്കാനില്ലാത്ത വിധം പടർന്നു പിടിക്കുന്ന രോഗം ബാധിച്ച് അതിദാരുണമായി മരണപ്പെട്ടതായാണ് ചരിത്രഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടിരിക്കുന്നത്.